നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ പണത്തിനു വേണ്ടിയും കടബാധ്യതകൾ മാറുന്നതിനു വേണ്ടിയും ഒട്ടേറെ പ്രാർത്ഥനകളും കർമ്മങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങളുടെ വീടിന്റെ ഹൃദയഭാഗമായ കിടപ്പുമുറിയിൽ ബെഡ്റൂം നിങ്ങൾ വരുത്തുന്ന ചില ചെറിയ പിഴവുകൾ നിങ്ങളുടെ ഐശ്വര്യത്തെ തടയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് കിടപ്പുമുറിയിലാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ഊർജം എത്തരത്തിലുള്ളതാണോ അത് നമ്മുടെ സാമ്പത്തിക ഭാവിയെയും ആരോഗ്യത്തെയും നേരിട്ട് ബാധിക്കും. നിങ്ങളുടെ കിടപ്പുമുറി ഒരു മണി മാഗ്നറ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ചില ലളിതമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അനാവശ്യമായ തടസ്സങ്ങൾ വരുന്നു എന്ന് പരാതിപ്പെടാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ കിടപ്പുമുറിയിലെ ഊർജ തടസ്സങ്ങൾ, എനർജി ബ്ലോക്കേജസ് ആയിരിക്കാം. ഐശ്വര്യം വരാൻ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം എനിക്കറിയണം. നിങ്ങളുടെ കിടപ്പുമുറിയിൽ കട്ടിലിന് അടിയിലോ അലമാരയ്ക്ക് മുകളിലോ നിങ്ങൾ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. മാറ്റം 1. കട്ടിലിന് താഴെയുള്ള ശുദ്ധീകരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കട്ടിലിന് താഴെയുള്ള ഭാഗമാണ്. പലരും കട്ടിലിന് താഴെ പഴയ പെട്ടികൾ, ചെരുപ്പുകൾ, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ വെക്കാറുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഊർജ്ജപ്രവാഹത്തെ പൂർണ്ണമായും തടയുന്നു. പ്രപഞ്ച നിയമമനുസരിച്ച് ഐശ്വര്യം ഒഴുകി നടക്കാൻ ശൂന്യമായ സ്ഥലം ആവശ്യമാണ്. കട്ടിലിന് താഴെ സാധനങ്ങൾ കുത്തിനിറയ്ക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിക്കും. ഇന്ന് തന്നെ ആ ഭാഗം വൃത്തിയാക്കുക. കട്ടിലിന് താഴെ ഒന്നും തന്നെ ഉണ്ടാകരുത്. അവിടെ വായുസഞ്ചാരവും ഊർജവും സ്വതന്ത്രമായി ഒഴുകട്ടെ. ഇത് നിങ്ങളുടെ കടബാധ്യതകൾ മാറാൻ മാനസികമായ ഒരു തെളിച്ചം നൽകും. മാറ്റം 2. കണ്ണാടികളുടെ സ്ഥാനം. കിടപ്പുമുറിയിലെ കണ്ണാടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇത് നിങ്ങളുടെ ഊർജത്തെ ഇരട്ടിയായി പ്രതിഫലിപ്പിക്കുകയും ഉറക്കമില്ലായ്മയ്ക്കും മാനസിക പിരിമുറുക്കത്തിനും കാരണമാവുകയും ചെയ്യും. പണം വരാൻ തെളിഞ്ഞ മനസ്സ് ആവശ്യമാണ്. കണ്ണാടി മാറ്റാൻ സാധിക്കില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് ഒരു തുണി ഉപയോഗിച്ച് അത് മൂടിവെക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കും. മാറ്റം 3. ഇലക്ട്രോണിക് ഉപകരണങ്ങളും വെളിച്ചവും. കിടപ്പുമുറിയിൽ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ തലക്കിൽ വെച്ച് ഉറങ്ങുന്ന ശീലം പലർക്കുമുണ്ട്. ഇവയിൽ നിന്നുള്ള തരംഗങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള പോസിറ്റീവ് സിഗ്നലുകളെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ അനുവദിക്കില്ല. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഇവ മാറ്റിവെക്കുക. അതുപോലെ കിടപ്പുമുറിയിൽ നീല വെളിച്ചത്തിന് പകരം നേർത്ത മഞ്ഞ വെളിച്ചം, വാം യെല്ലോ ലൈറ്റ് ഉപയോഗിക്കുന്നത് ഐശ്വര്യത്തെയും സമാധാനത്തെയും ആകർഷിക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ കിടപ്പുമുറിയിലെ വായു എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടൻ ജനലുകൾ തുറന്നിടുക. ശുദ്ധവായുവിനൊപ്പം പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയും നിങ്ങളുടെ മുറിയിലേക്ക് കടന്നുവരട്ടെ. കിടപ്പുമുറിയിൽ ചെറിയൊരു പാത്രത്തിൽ അല്പം കല്ലുപ്പ്, സീ സോൾട്ട് വെക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാൻ സഹായിക്കും. ആഴ്ചയിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റി പുതിയത് വെക്കുക. സുഹൃത്തുക്കളെ, ഇതെല്ലാം കേവലം അന്ധവിശ്വാസങ്ങളല്ല. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം നമ്മുടെ ചിന്തകളെയും, ചിന്തകൾ നമ്മുടെ പ്രവൃത്തിയെയും, പ്രവൃത്തി നമ്മുടെ സമ്പത്തിനെയും നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ കിടപ്പുമുറി വൃത്തിയായും പോസിറ്റീവായും സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം ഞാൻ ഐശ്വര്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ്. അടുത്ത 21 ദിവസം ഈ മാറ്റങ്ങൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വരുത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആ മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പണം എന്നത് വെറുമൊരു കടലാസല്ല, അതൊരു ഊർജമാണ്. ആ ഊർജത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ വീടിനെ ഒരുക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ എന്റെ വീട് അനുഗ്രഹീതമാണ് എന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. നന്ദി. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ഒഴുകിയെത്തട്ടെ.